സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 17 അധ്യായം 6. 1883 ഡിസംബർ 22 ശനി. മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ അടുത്ത് ദക്ഷിണേശ്വരത്ത് സാധനാ ജീവിതത്തിന് ഒഴിവുകാലത്ത് വന്നിട്ട് ഇന്നേക്ക് 9ാം ദിവസമായി. ഈ 9ാം ദിവസത്തിൽ ഭഗവാൻ 2 കാര്യങ്ങളാണ് മാസ്റ്ററെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന്, അവതാര പുരുഷനെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അവതാര പുരുഷന്റെ ലക്ഷണം, അല്ലെങ്കിൽ അവതാര പുരുഷനെ എങ്ങനെ ബോധ്യപ്പെടും ഒരു സാധകന് അല്ലെങ്കിൽ ഒരു ഭക്തന്. രണ്ടാമത്തേത്, ഈ സാകാരം നിരാകാരം ഈ കാര്യത്തിലാണല്ലോ വന്ന ദിവസം മുതൽ ഒരു സംഭാഷണം നടക്കുന്നത്. സാകാരം നിരാകാരം എന്നുള്ള 2 സാഹചര്യത്തിലാണ്. അത് ഈശ്വരൻ സാകാരനാണെന്നും നിരാകാരനാണെന്നും ഒക്കെ ഉള്ള 2 തരത്തിലുള്ള വാദം. മാസ്റ്റർ മഹാശയനെ പോലെ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പരിശീലനം കിട്ടി വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിരാകാരമാണ്, അവർക്ക് സാകാരത്തിൽ വിശ്വാസമില്ല. അപ്പം അങ്ങനെയുള്ള, എന്നാൽ സാകാരത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. 2ഉം ശരിയാണ് എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ തുടക്കത്തിൽ തന്നെ, വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോയതാണ്. ഇവിടെ അതിനൊരു തീർപ്പുണ്ടാക്കാൻ ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പരിഭാഗപ്പെടുത്തുന്നതായിട്ട് കാണാം. അതായത് ഭഗവാൻ പറഞ്ഞത് സാകാരവും നിരാകാരവും എന്നതല്ല പ്രധാനം. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത്. സാകാരനായ ഈശ്വരൻ, നിരാകാരനായ ഈശ്വരൻ, ഇതൊന്നുമല്ല, ഇതിനൊന്നും ഒരർത്ഥവുമില്ല, ഇതൊന്നും പരിഗണനാർഹം പോലുമല്ല. അതൊക്കെ അങ്ങ് മാറ്റിവെക്കാനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ഇതൊന്നും നമുക്കിവിടെ എടുക്കണ്ട, സാകാരവും എടുക്കണ്ട, നിരാകാരവും എടുക്കണ്ട. അപ്പോൾ പിന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള അതിനുള്ള ഒരു സ്റ്റഡി ക്ലാസ്സാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയന് ഈ 9ാം ദിവസം നൽകുന്നത്. അപ്പം എന്താണ് സാകാരം, അല്ല അവതാരം? അവതാരം എന്നാൽ എന്താണ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഈ അവതാരം എന്നുള്ള ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഭഗവാൻ പലതവണ പലതരത്തിൽ മാസ്റ്റർ മഹാശയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം അവതാരം എന്ന് പറഞ്ഞു പോയിട്ടുള്ളതല്ലാതെ, അല്ലെങ്കിൽ അതിനൊരു ചെറിയ വിശദമായൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും അവിടെ ഭഗവാൻ അന്ന് കൊടുത്തിട്ടില്ല. അത് അങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോയി. പക്ഷെ ഇവിടെ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലേക്ക് ഇനി എന്താണ് ഈ അവതാരം എന്നാൽ എന്താണ്, നിസ്സംശയം എങ്ങനെ ഒരവതാരം എന്നുള്ള ഈശ്വരാവസ്ഥയെ, ഈശ്വരൻ്റെ ഒരവസ്ഥയാണ്, ഈശ്വരീയമായ ഒരവസ്ഥയാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള വളരെ സോളിഡായിട്ടുള്ളൊരു പഠനമാണ്, സ്റ്റേറ്റ്മെൻ്റാണ് ഭഗവാൻ ഇനി ഇവിടെ
മാസ്റ്റർ മഹാശയനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അവതാരം? അവതാരം എന്നാൽ മനുഷ്യൻ എന്നതാണ്. അതാണ് അംഗീകരിക്കപ്പെടുന്നത്. അതായത് നമ്മൾ മനുഷ്യരുടെ സമൂഹത്തിലാണല്ലോ. നമ്മൾ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അല്ലെങ്കിൽ സസ്യജാലങ്ങളുടെയോ ഒന്നും സമൂഹത്തിലല്ല. നമ്മളെല്ലാം മനുഷ്യരുടെ സമൂഹത്തിലുള്ളവരാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ എന്ന രൂപഘടനയാണ് അവതാരത്തിന് മനുഷ്യൻ എന്ന കമ്മ്യൂണിറ്റിക്ക് അനുയോജ്യം. നമുക്ക് ഇവിടെ ഒരു സംശയം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു സംശയം കൂടെ നമുക്കിവിടെ ഉന്നയിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഒരവതാരം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ആ അവതാരത്തെ അല്ലെങ്കിൽ ആ അവതാരത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നു. അപ്പോൾ മറ്റ് ജീവജാലങ്ങളും ഈ സാന്നിധ്യം അറിയുന്നില്ലേ? തീർച്ചയായും അറിയേണ്ടതാണ്. കാരണം ഈശ്വരൻ അവതരിക്കുമ്പോൾ അത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ഈശ്വരാവതാരം. സർവചരാചരങ്ങളുടെയും ക്ഷേമത്തിനോ അല്ലെങ്കിൽ ആ ഭൂമിയെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ ഉദ്ധരിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള അവതാരങ്ങൾ ഓരോ തവണയും വന്നിട്ടില്ല. ഇപ്പോൾ കൂർമാവതാരം വരുമ്പോൾ അതല്ലേ ഉദ്ദേശിച്ചത്. മത്സ്യാവതാരത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം. പക്ഷെ അപ്പോഴൊന്നും മനുഷ്യാവതാരമായിരുന്നില്ല, മനുഷ്യരൂപങ്ങളായിരുന്നില്ല. ഏതാണ്ട് നരസിംഹം വരെ എത്തുമ്പോൾ ഒന്നും മനുഷ്യാവതാരത്തിൽ പെടുന്നില്ല, മനുഷ്യരൂപത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് അത്തരം അവതാരങ്ങളെ ഒന്നും തന്നെ നമ്മൾ ഈശ്വരീയമായ സങ്കല്പത്തിൽ മനുഷ്യൻ സ്വീകരിച്ചിട്ടില്ല. എണ്ണുമ്പോൾ ദശാവതാരം എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഈശ്വരീയ ഭാവത്തിൽ ഈ ദശാവതാരത്തിലുള്ള എത്ര അവതാരങ്ങളെയാണ് മനുഷ്യൻ സ്വീകരിച്ചത് മനസ്സുകൊണ്ട്? അത് 2 അവതാരങ്ങളെ സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റതൊന്നും സ്വീകാര്യമായിട്ടില്ല മനുഷ്യന്. പക്ഷെ ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ അതിൻ്റേതായ ചില ശക്തിയെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ട്, ആരാധനാക്രമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിഷ്ടം 2 അവതാരങ്ങളെ മാത്രമാണ്. ഒന്ന് ശ്രീരാമനും ഒന്ന് ശ്രീകൃഷ്ണനും. ഈവൻ ബലരാമൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പരശുരാമൻ്റെ കാര്യത്തിലോ പോലും അത്രയും ഒരു ഈശ്വരീയ ഭാവത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നില്ല. എന്തോ നമ്മുടെ മനസ്സ് അത്രയും അങ്ങോട്ട് എത്തുന്നില്ല. ഭൂരിഭാഗം നമുക്കറിയാം എന്ന് മാത്രം. അപ്പോൾ അവതാരം എന്ന് പറയുമ്പോൾ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സ്വഭാവത്തിൽ, മനുഷ്യ അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മനുഷ്യൻ അത് അംഗീകരിക്കുകയുള്ളൂ. പക്ഷെ ഒരു അവതാരം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു അവതാരം വരുമ്പോൾ, ഈശ്വരീയമായ ഒരു അംശം വരുമ്പോൾ, എല്ലാ ജീവജാലങ്ങളിലേക്കും ആ അവതാരത്തിൻ്റെ ദർശനം അനുഭവേദ്യമാകുന്നുണ്ട്. ഒരുപക്ഷെ മൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് സസ്യജാലങ്ങളോ ഈ അവതാരത്തെ കാണുന്നത് എങ്ങനെ എന്നുള്ളത് അത് രാമായണത്തിൽ അതിൻ്റെ വ്യക്തമായ ഒരു അവതരണം തന്നെ തന്നിട്ടുണ്ട്. കാര്യം മൃഗരൂപത്തിലുള്ളവരാണ് രാമൻ്റെ സഹായത്തിന് നിൽക്കുന്നത്, അവിടെ മനുഷ്യരല്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്, മനുഷ്യൻ മാത്രമല്ല ഈ അവതാരങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൃഗരൂപത്തിലുള്ള കമ്മ്യൂണിറ്റിയുടെ കണ്ണുകളിൽ, അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ ധാരണയിൽ ഈ അവതാരത്തിൻ്റെ രൂപം എന്താണ്, അവതാരത്തിൻ്റെ സ്വഭാവം എന്താണ്?
അത് മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ചോ മനുഷ്യൻ്റെ ബുദ്ധിയുടെ രൂപത്തിലോ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം നമുക്കതറിയാൻ മാർഗമൊന്നുമില്ല. നമ്മളും ഇപ്പോൾ ഹനുമാൻ ശ്രീരാമനെ കാണുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ കാണുന്ന പോലെയാണ് ഹനുമാനും കാണുന്നത് എന്നുള്ള ധാരണയിലാണ് ഹനുമാനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അത് അവതാരത്തിൻ്റെ ഒരു വലിയ വ്യത്യാസം. അപ്പം ഇവിടെ അവതാരം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന കമ്മ്യൂണിറ്റിക്ക് മനുഷ്യൻ എന്ന അവതാരം, മനുഷ്യരൂപത്തിലുള്ള അവതാരം. അപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നുണ്ട്, ഈശ്വര ചൈതന്യം ഏതൊരു രൂപാവസ്ഥയിലും ഒരേപോലെയാണ്. ഈശ്വര ചൈതന്യത്തിന് വ്യത്യാസമില്ല. ഈശ്വര ചൈതന്യത്തിന് ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഇന്ന രൂപമെന്നുള്ളതില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യൻ കാണുന്ന കണ്ണിന്, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല അവതാരത്തിൻ്റെ രൂപഘടന അല്ലെങ്കിൽ സ്വഭാവം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ, അപ്പോൾ ഈ ഭക്തൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ അവതാരം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, മനുഷ്യരുടെ ഉള്ളിലാണ് അത് കൂടുതൽ പ്രകാശിതമാകുന്നത്. കാരണം വിശേഷ ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ. ഇപ്പം വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഉള്ളിലാണ് അത് കൂടുതൽ പ്രകാശിതമാകുന്നത്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ് ആ അവതാരത്തെ കൂടുതൽ അറിയാൻ പറ്റുന്നത്. മറ്റുള്ള നിസ്സഹായരായ ജീവജാലങ്ങൾക്ക് അങ്ങനെ അറിയാനുള്ള ഭാഗ്യമില്ല. കാര്യം അവരങ്ങനല്ല, അവരുടെ ചിന്തയുമല്ലായിരിക്കുന്നത്, അവരുടെ കണ്ണുകളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഉള്ളിലാണ് ഇത് കൂടുതൽ പ്രകാശിതമാകുന്നത് എന്ന് മനുഷ്യൻ്റെ കമ്മ്യൂണിറ്റിക്ക് ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ നരലീല ആടുന്നത്. ഈ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ്റെ മുന്നിലാണ് അവതാരമുണ്ടാകുന്നത്. മനുഷ്യകുലത്തിലൂടെയാണ് ഈ അവതാരത്തിൻ്റെ കർമ്മം പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ അവതാരമെടുക്കുമ്പോൾ നരലീല ആടുന്നതിൻ്റെ കാരണം. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു, അങ്ങനെയുള്ള. അതേസമയം മത്സ്യമുണ്ട്, കൂർമ്മമുണ്ട്, വരാഹമുണ്ട്, നരസിംഹമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരൂപത്തിലുള്ള ശ്രീകൃഷ്ണനും ശ്രീരാമനും തന്നെയാണ് പ്രാധാന്യം. അപ്പം ആ നരലീലയാണ് അവതാരം എന്ന് പറയുന്നത്. മനുഷ്യകുലത്തിന് മുന്നിൽ നരലീലയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു. ഈ നിരാകാരം ബ്രഹ്മസമാജത്തിൻ്റെ സങ്കല്പത്തിൽ അത് നിരാകാര ഭാവമായിട്ടാണ് തുടർന്നു വരുന്നത്. അപ്പോൾ ഈ ബ്രഹ്മസമാജത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാസ്റ്റർ മഹാശയൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഭാഗമായി വന്നവരായതുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും തൻ്റെ ആ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നത് ബ്രഹ്മസമാജത്തെ എടുത്തുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം അയാളുടെ ഉള്ളിൽ ഉറച്ചു കിടക്കുന്നത് ബ്രഹ്മസമാജത്തിൽ നിന്നുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ നിന്നിരുന്ന ഏറ്റവും പ്രഗത്ഭനായ കേശവചന്ദ്രസേനൻ്റെ കാര്യം തന്നെ ഭഗവാൻ ഇവിടെയും ഉദാഹരണമായി എടുക്കുന്നുണ്ട്. മാസ്റ്റർ മഹാശയൻ്റെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, കേശവചന്ദ്രസേനന് ഒരു തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേശവചന്ദ്രസേനന് എങ്ങനെയാണ് തിരുത്തി കൊടുക്കുന്നത്? അതായത് അവതാരത്തിൻ്റെ മഹിമ അറിയണമെങ്കിൽ, അവതാരത്തെ അറിയണമെങ്കിൽ, അതിൻ്റെ മഹാത്മ്യം അറിയണമെങ്കിൽ ഉള്ളിൽ നരലീലയാടുന്ന ആ അവതാരത്തിൻ്റെ ഉള്ളിലേക്ക് അന്വേഷണം പോകണം. അതിൻ്റെ ബാഹ്യലീലകളെ അവഗണിക്കണം. അപ്പം എന്താണ് ഈ ഭഗവാൻ ഇവിടെ അത് എടുത്തു പറയാനുള്ള കാരണം? അവതാരത്തെ ഇതിനു മുമ്പും പലതവണ ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അവതാരം എല്ലാവരെയും പോലെ ഊണ് കഴിക്കുന്നു, അവതാരം എല്ലാവരെയും പോലെ ഉറങ്ങുന്നു, അവതാരം എല്ലാവരെയും പോലെ വിവാഹം കഴിക്കുന്നു, അവതാരത്തിന് കുട്ടികളുണ്ടാകുന്നു,
അവതാരം ഭൂമിയിലുള്ള സകല സമൂഹത്തിലുണ്ടാകുന്ന സകല ദുഃഖങ്ങൾക്കും അവതാരത്തിനും ബാധകമാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇതെങ്ങനെ അവതാരമാകും എന്ന് മനുഷ്യൻ്റെ സംശയത്തിൻ്റെ ഹേതു. അതിപ്പോൾ ശ്രീരാമൻ്റെ കാര്യത്തിലായാലും ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലായാലും. ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവാണ്. അതിനു മുമ്പ് ഗോകുലത്തിലെ ഗോപാലനാണ്. എല്ലാ സ്വഭാവവും ആ ഗോകുലത്തിലുള്ള ആ കുട്ടികളുടെ എല്ലാ സ്വഭാവവും ഉള്ള, അല്ലെങ്കിൽ ആ ഗോകുലവാസികളുടെ എല്ലാ സ്വഭാവമുള്ള ഒരച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട് തന്നെയായിരുന്നു. എന്നാൽ ചില വേറിട്ട അനുഭവങ്ങൾ ആ ചുറ്റുമുള്ളവർക്ക് ഉണ്ടാകുന്നെങ്കിലും അവരെ സംബന്ധിച്ച് അത് ഗോപകുമാരൻ തന്നെയാണ്. അവർക്കത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടല്ല ആ ഗോകുലവാസികൾ അതിനെ അംഗീകരിക്കുന്നത്. അത്ഭുതങ്ങൾ ധാരാളം അവരും കണ്ടു. പക്ഷെ ആ അത്ഭുതങ്ങളെയൊക്കെ അവർ കാണുകയും അപ്പം തന്നെ മറക്കുകയും ചെയ്യും. അതൊന്നും അവരുടെ ഉള്ളിൽ ഒരു വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് അവരുടെ ഉള്ളിൽ കാണുകയില്ല. അവർ വീണ്ടും പഴയ ഗോപാലനെ തന്നെയാണ് അവർ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യശോദയായാൽ പോലും പിറന്നു വീണ മലർന്നു കിടക്കുന്ന കുഞ്ഞായിരിക്കുമ്പോൾ പോലും അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു യശോദയുടെ മുമ്പിൽ. പക്ഷെ യശോദയുടെ ആ ജ്ഞാനത്തിലേക്ക് അതൊന്നും പോയില്ല. യശോദയ്ക്ക് അത് കുഞ്ഞു തന്നെയാണ്. അപ്പം ആ തരത്തിൽ അത് കാരണം അത് ഇനി ആ ഭാഗം ഇതിനകത്ത് ഇന്നത്തെ ആ പഠനക്രമത്തിൽ അത് കടന്നു വരുന്നുണ്ട്. ആ ഭാഗം എങ്ങനെയാണ്, എന്തുകൊണ്ട് യശോദയ്ക്ക് അങ്ങനെ തോന്നി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കടന്നു വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് അത് നോക്കാം. എന്തായാലും ഇവിടെ അവതാരത്തിൻ്റെ മഹിമ അറിയണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക്, ആ അവതാരത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങളെയല്ല, ഉള്ളിൽ കടന്ന് മനസ്സിലാക്കണം. അതിന് ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുത്താലും വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണത്തിലൂടെ ആയിരിക്കും പറയുക. അപ്പോൾ ഉള്ളിലേക്ക് കടന്ന് നോക്കണം എന്ന് പറഞ്ഞതിന് ഭഗവാൻ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം, ഇത് കേശവചന്ദ്രസേനന് പറഞ്ഞു കൊടുത്ത കാര്യം മാസ്റ്റർ മഹാശയനും ഉൾപ്പെടെയുള്ളവർക്ക് ഇന്ന് പറയുകയാണ്. അത് ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതായത് വരമ്പിൽ നിങ്ങൾക്കൊരു ഞണ്ടിനെ വേണം, അല്ലെങ്കിൽ മീനിനെ പിടിക്കാനായിട്ട് പാടത്തിൻ്റെ കരയിലുള്ള തോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആ തോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞണ്ടിനെയോ മീനിനെയോ കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ എവിടെ കയറിയിരിക്കും? ഈ തോട്ടിൽ നടക്കുന്ന ഞണ്ടും മീനും ഒക്കെ ഇടയ്ക്കുള്ള പൊത്തിനകത്തോട്ട് കയറിയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഞണ്ടിനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ആ മീനിനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പൊത്തിനുള്ളിൽ നോക്കണം. അല്ലാതെ പുറമേ ഉള്ള ആ തോട്ടിൽ നോക്കിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഇതിനെ കാണാനും പറ്റില്ല, കിട്ടുകയില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് ഞണ്ടില്ല, മീനില്ല എന്ന് ധരിച്ച് നിങ്ങൾക്ക് വെറും കൈയോടെ മടക്കി പോകേണ്ടി വരും. അപ്പോൾ പൊത്തിനുള്ളിൽ തപ്പിയാൽ മാത്രം. അപ്പം എന്ന് പറഞ്ഞ പോലെ മനുഷ്യരൂപമാർക്കുന്ന ആ ഒരു പൊത്താണ്, ആ പൊത്തിനകത്താണ് ഇതിരിക്കുന്നത്. അവതാര മഹിമ ഇരിക്കുന്നത്, അവതാരത്തിൻ്റെ സത്വഭാവം ഇരിക്കുന്നത് ഈ പൊത്തിനുള്ളിലാണ്. അതുകൊണ്ട് പുറമേ കാണുന്ന പ്രകടനങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നോക്കാനാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഉപദേശിക്കുക. അങ്ങനെയാണ് അവതാരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ബ്രഹ്മസമാജംകാരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈശ്വരൻ നിരാകാരനാണ്, അതുകൊണ്ട് സാകാരൻ എന്നത് അവർ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രോബ്ലം വരുന്നത്. ഇതിപ്പോൾ അന്വേഷണമല്ല, നിരാകാരമായ ഈശ്വരനെ അന്വേഷിക്കുക. പോട്ടെ, നിരാകാരമാണ് ഈശ്വരൻ, എന്നാൽ നിരാകാരമായ ഈശ്വരനെയാണോ അന്വേഷിക്കുന്നത്? അപ്പോൾ അതും ചെയ്യില്ല. അതിന് പകരം സാകാരത്തെ എതിർത്തോണ്ട് വരും. നിങ്ങൾ നിരാകാരമായ ഭാവത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സാകാരം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല. നിങ്ങൾക്ക് നിരാകാരത്തിൻ്റെ ഭാവത്തിലേക്ക് പോകാം, അതിനൊരു തടസ്സവും ഇല്ല. നിങ്ങൾ പൊക്കോളൂ. പക്ഷെ നിങ്ങൾ അത് ചെയ്യില്ല. നിങ്ങൾ ആ ഭാവത്തിലൂടെ പോയി ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയുമില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സാകാരത്തെ എതിർത്തുകൊണ്ടിരിക്കും. സാകാരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ എതിർക്കുക, അതിനെതിരെ പ്രഭാഷണം നടത്തുക, അതിനെതിരെ പ്രയത്നം നടത്തുക. നിങ്ങൾക്ക് നിരാകാരത്തിലും എത്താൻ പറ്റില്ല, നിങ്ങൾക്ക് സാകാരമൊട്ട് അച്ചീവ് ചെയ്യാനും പറ്റില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് നിരാകാരവും സാകാരവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ ഭാഗത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, അതൊക്കെ അവിടെ മാറ്റിവെക്കൂ.
ഈശ്വരൻ നിരാകാരനാണെന്നുള്ളതോ ഈശ്വരൻ സാകാരനാണെന്നോ ഉള്ള ആ തർക്കവും സങ്കല്പവും രണ്ടും അങ്ങ് മാറ്റിവെക്കുക. രണ്ടും മാറ്റിവെക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരമാണല്ലോ ഉദ്ദേശം. അപ്പം ഈശ്വര സാക്ഷാത്കാരത്തിന് പോകാം, ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഈ തർക്കങ്ങളും കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഭഗവാൻ മറ്റൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. നിങ്ങളിപ്പോൾ കൽക്കട്ടയെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങൾ കൽക്കട്ട, ഇപ്പം ഭഗവാൻ അത് പറയുമ്പോൾ അടുത്ത നഗരമായ കൽക്കട്ടയെക്കുറിച്ചാണ് പറയുന്നത്. ദക്ഷിണേശ്വരത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് ഭഗവാൻ കൽക്കട്ട നഗരത്തെ ഉദാഹരണമായിട്ടെടുക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കൽക്കട്ടയെക്കുറിച്ചാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ കൽക്കട്ടയെക്കുറിച്ചാണ് കൽക്കട്ട എങ്ങനെയെന്നുള്ളതാണ് നിങ്ങളുടെ വിഷയം. അപ്പം കൽക്കട്ട എങ്ങനെയാണെന്നുള്ള വിഷയത്തിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൽക്കത്തയിൽ ചെന്ന് അവിടുത്തെ മൈതാനം അത് എന്താണെന്ന് ആദ്യം അറിയണം. അത് കൽക്കട്ടയിലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നൊരു മ്യൂസിയം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാം. അപ്പം അവിടെ പോയി അത് കാണാം. പിന്നെ ബംഗാൾ ബാങ്ക്, അത് ഒരു സ്ഥാപനം, അതവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാം. അല്ലെങ്കിൽ അതേപോലുള്ള കൽക്കട്ട നഗരത്തിലുള്ള വിവിധ റൈറ്റേഴ്സ് ബിൽഡിങ് കാണാം. അല്ലെങ്കിൽ സായിപ്പിൻ്റെ, ബ്രിട്ടീഷുകാരുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റ് ഓഫീസുകൾ കാണാം, കെട്ടിടങ്ങൾ കാണാം. ബ്രഹ്മസമാജത്തിൻ്റെ തന്നെ ആസ്ഥാനം കാണാം. അതായത് അവരുടെ പ്രവർത്തന സങ്കേതങ്ങൾ കാണാം. രാജാ റാം മോഹൻ റോയുടെ വീട് കാണാം. അല്ലെങ്കിൽ പ്രസിഡൻസി സ്കൂള് കാണാം. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂള് കാണാം. അപ്പം ഇങ്ങനെ പലതും കാണാം. അപ്പം കൽക്കട്ട എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലാതെ കൽക്കട്ട എന്ന് പറഞ്ഞ് വേറൊരു സംഗതിയില്ല. കൽക്കട്ട എന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണുമ്പോഴാണ് കൽക്കട്ട കാണലാവുള്ളൂ. ഹൗറ ബ്രിഡ്ജ് കാണുന്ന പോലെ. അന്ന് ഹൗറ ബ്രിഡ്ജ് ഇല്ല. അപ്പം ഈ അവിടെയുള്ള ഓരോന്നും എടുത്ത് അതേക്കുറിച്ച് ധാരണ വന്ന് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ധാരണ വരുമ്പോഴാണ് ഒരാൾ പറയുന്നത് കൽക്കട്ട കണ്ടു എന്ന് പറയും. അല്ലാതെ കൽക്കട്ട എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഇതെല്ലാം ചേരുന്നത് കൽക്കത്ത എന്ന് പറയുന്നുമുണ്ട്, പക്ഷെ കൽക്കത്ത എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഓരോരോ ഘടകങ്ങൾ, അതായത് ഈ ഏഷ്യാറ്റിക് മ്യൂസിയം അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ ഓരോരോ കൽക്കട്ട നഗരത്തിലുള്ള ഓരോരോ കാഴ്ചകളെക്കുറിച്ച് കൽക്കട്ട കാണാത്ത ഒരാളോടാണ് പറയുന്നതെന്ന് ഇരിക്കട്ടെ, അയാളുടെ ഉള്ളിൽ എന്ത് തോന്നാനാണ്? അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല. ദക്ഷിണേശ്വരം മാത്രം കണ്ടിട്ടുള്ള ഒരാളോട് കൽക്കട്ട നഗരത്തെക്കുറിച്ച് ഈ വിവരങ്ങൾ അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വിഭാവനം ചെയ്യുന്നതെല്ലാം ദക്ഷിണേശ്വരത്ത് കണ്ട എന്തോ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. ഇതുപോലത്തെ വീട്, ഇതുപോലത്തെ എന്നും പറഞ്ഞ് അയാളുടെ പരിചിത വലയത്തിൽപ്പെട്ട വസ്തുക്കളുമായിട്ട് മാത്രമേ അയാൾക്ക് താദാമ്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഏഷ്യാറ്റിക് മ്യൂസിയത്തെക്കുറിച്ചോ യഥാർത്ഥത്തിലുള്ള അവിടുത്തെ മൈതാനത്തെക്കുറിച്ചോ യഥാർത്ഥത്തിലുള്ള അവിടുത്തെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഒന്നും അയാൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ രൂപഘടനകളൊന്നും അയാൾക്ക് ഓർമ്മയില്ല. അയാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇമാജിൻ ചെയ്യുന്നത് അയാൾക്ക് പരിചിതമായ ദക്ഷിണേശ്വരത്തുള്ള ഏതെങ്കിലും, അതായത് ദക്ഷിണേശ്വരത്ത് ഇരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നുള്ളത്, അതുമായി റിലേറ്റ് ചെയ്ത് മാത്രമേ അയാൾക്ക് അതിനെ കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ മനസ്സിൽ കാണുന്നത് അല്ല എന്ന് കൽക്കട്ട കണ്ട ഒരാൾക്ക് അറിയാം. അപ്പൊ കൽക്കട്ട എന്ന് പറയുന്നതാണ് സാകാര രൂപം എന്നിരിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ കൽക്കട്ട എന്ന് പറയുന്ന സാകാര രൂപത്തെ എങ്ങനെയാണ് വിഭാവനം ചെയ്യുക? കണ്ട ഒരാളാണെങ്കിൽ തന്നെ കൽക്കട്ട എന്നുള്ളത് സാകാര രൂപമാണ്.
അതിന് സംശയമില്ല. കാര്യം കൽക്കട്ട സാകാരമായ ഒരു 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 ഘടനയാണ്. അങ്ങനെയാണെങ്കിൽ കൽക്കട്ടയുടെ രൂപം എന്താണ്? അപ്പോൾ ഈ കണക്ക് പറയുന്ന ആൾ ഇത്രയും വിശദീകരിക്കേണ്ടി വരും. അല്ലാതെ ഒരു രൂപത്തെ വിശദീകരിക്കാൻ പറ്റില്ല. ഇതാ ഇങ്ങനെയാണ് കൽക്കട്ട ഇരിക്കുന്നതെന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ കൽക്കട്ടയിൽ എന്തൊക്കെ ഉണ്ടോ, എന്തെല്ലാം കാഴ്ചകളുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോഴേ കൽക്കട്ടയാകൂ. അല്ലാതെ കൽക്കട്ട എന്നൊരു വാക്കിന് രൂപമില്ല. കുറെ കൂടെ നല്ല ഒരു ഉദാഹരണം നമുക്ക് കേരളത്തിൽ പറയാനുണ്ട്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉദാഹരണം കിട്ടും. എറണാകുളം. എറണാകുളം എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എന്നാൽ അവിടെ എറണാകുളം എന്ന് പറയുന്ന ഒന്നേ ഇല്ല. എറണാകുളം എന്ന് പറഞ്ഞ ഒന്ന് നിലവിൽ രേഖയിലുമില്ല, ഒരിടത്തുമില്ല, സംഭാഷണത്തിൽ മാത്രമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. കാരണം അത് കണയന്നൂരാണ് സ്ഥലം. കണയന്നൂർ താലൂക്കാണ് എറണാകുളം. മൊത്തത്തിൽ പറഞ്ഞാൽ കൊച്ചിയാണത്. കൊച്ചിൻ എന്നാണ് എല്ലായിടത്തും. ഇപ്പം എറണാകുളം MG റോഡിലും കൊച്ചിൻ എന്നാണ് കാണുക, കൊച്ചിൻ ഇത്ര എന്നാണ് കാണുക. അപ്പോൾ എറണാകുളം എവിടെയാണ്? എറണാകുളം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അതൊരു സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ എറണാകുളം എന്നൊന്നില്ലാത്ത അതിനെ സാകാരമായി നമ്മൾ എറണാകുളത്തെ വിഭാവനം ചെയ്യുന്നത് ഒരുപക്ഷെ എറണാകുളത്തെ വിവിധ കാഴ്ചകളിലൂടെ മാത്രമാണ്. എറണാകുളം എന്നുള്ളൊരു സങ്കല്പത അതൊരു സാകാരം ആണെന്ന് പറയുകയാണ്. എറണാകുളം എന്നുള്ള സാകാര ഭാവത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കാണുന്നതോ പറയുന്നതോ നമ്മൾ വിവരിക്കുന്നതായ ഒന്നും തന്നെ എറണാകുളമല്ല, മറ്റു കാര്യങ്ങളാണ്. ബാനർജി റോഡ് എന്ന് പറയാം, മറൈൻ ഡ്രൈവ് എന്ന് പറയാം, വൈറ്റില എന്ന് പറയാം, കടവന്ത്ര എന്ന് പറയാം, അങ്ങനെ പലതും പറയാം. അപ്പോൾ എറണാകുളം ഏതാ? എറണാകുളം ഇല്ല. ഇതെല്ലാം ചേരുമ്പോൾ എറണാകുളം എന്ന് നമ്മൾ മാറി നിന്ന് വേണമെങ്കിൽ എറണാകുളം എന്ന് പറയാം. എറണാകുളം എന്ന ബോർഡ് വെച്ചിരിക്കുന്ന വണ്ടി എറണാകുളത്തേക്കേ അല്ല പോകുന്നത്. അതാണ് അതിൻ്റെ തമാശ. നിങ്ങൾ ഇറങ്ങുന്നത് വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്. നിങ്ങൾക്ക് ഒരിക്കലും എറണാകുളത്ത് ഇറങ്ങാൻ പറ്റില്ല. ആ വണ്ടി ഒരിക്കലും എറണാകുളം എന്നുള്ള സ്ഥലത്തേ ചെല്ലുന്നില്ല. അപ്പോൾ എറണാകുളം എന്താണ്? അതൊരു സാകാരമായ ഒന്നാണ് എന്നിരിക്കെ തന്നെ അത് നിരാകാരവും കൂടിയാണ്. കാരണം എറണാകുളം എന്നൊരു ആകാരം നമ്മുടെ മുന്നിലില്ല, ഉള്ളത് മറ്റു പലതാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഭഗവാൻ മാസ്റ്ററെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, ഈ സാകാരഭാവത്തെ ബോധ്യപ്പെടുത്തി. അപ്പം ഇത് തന്നെ ഈ കൽക്കട്ടയെക്കുറിച്ചുള്ള ഈ ഉദാഹരണം പറഞ്ഞപ്പോഴേ മാസ്റ്റർക്ക് കാര്യം പിടികിട്ടും. മാസ്റ്റർക്ക് എന്നല്ല, ആർക്കും പിടികിട്ടും. കാര്യം സാകാരമായ ഒന്നിനെ എടുത്ത് പറയുന്നു, പക്ഷെ അത് സാകാരമല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യം വരുന്നു. കാര്യം ആ പറഞ്ഞ വസ്തുവിന് സാകാരഭാവമില്ല യഥാർത്ഥത്തിൽ. അത് നമ്മുടെ ഭാവനയിലുള്ള ഒരു രൂപം മാത്രമാണ്, അല്ലെങ്കിൽ ഭാവനയിൽ നമ്മൾ സൃഷ്ടിച്ച ഒന്ന് മാത്രമാണ് ആ സാകാരം എന്ന് പറയുന്നത്. ഇതാണ് ഈശ്വരീയ സങ്കല്പത്തിലും ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ഭഗവാൻ ഇനി ബ്രഹ്മസമാജംകാരുടെ ഭാഗം ഒന്നുകൂടെ മാസ്റ്റർ മഹാശയനെ, കാര്യം മാസ്റ്റർ ബ്രഹ്മസമാജത്തിൻ്റെ കുടുക്കിൽ പെട്ടിരിക്കുന്ന ആളാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായുള്ള ചിന്താഭാരം ചുമക്കുന്ന ഒരാളാണെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന ആപത്തെന്ന് വെച്ചാൽ മറ്റു രീതിയിലല്ല, ഭഗവാന്റെ മൊഴികൾ പകർത്തേണ്ട ആളാണ്. അവിടെ നിസ്സംശയം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് ഭഗവാന്റെ മൊഴികൾ പകർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ആ ഓരോ ഭാഗവും ഇഴകേറി ഭഗവാൻ ഇവിടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ബ്രഹ്മസമാജംകാർ പറയുന്ന പോലെ ആയിക്കോട്ടെ, നിരാകാരം. നമ്മളിപ്പോൾ സാകാരത്തിൻ്റെ അവസ്ഥ നമ്മൾ ആ സ്ഥലത്തെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ അടുത്ത ഇത് എടുക്കുകയാണ്. ഇനി ബ്രഹ്മസമാജംകാർ നിരാകാരം എന്ന് പറഞ്ഞു ഇരിക്കട്ടെ, അത് തന്നെ എടുക്കാം. നമുക്ക് നിരാകാരം എന്നെടുക്കാം. ഈ നിരാകാരം എന്നുള്ള ഒരു ഭക്തൻ എങ്ങനെ മനസ്സിലാവും?
നിങ്ങൾ നിരാകാരം എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, സമ്മതിച്ചു. പക്ഷേ നിരാകാരം എന്ന് പറയുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു നിരാകാരത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിരാകാരമായ ഒന്നിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഭഗവാൻ തന്നെ പറഞ്ഞു അത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഈ പറയുന്ന വളരെ നിങ്ങൾ നിരാകാരം എന്ന് പറയുന്നത് വിഗ്രഹമില്ലായ്മയെക്കുറിച്ച് മാത്രമാണ്, ഒരു ഡയറ്റി ഇല്ലായ്മയെക്കുറിച്ച് മാത്രം, ഒരു രൂപമുള്ള വസ്തു ഫ്രണ്ടിൽ ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ നിരാകാരം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത് ആ ഡയറ്റി എന്ന് പറയുന്ന ചെറിയൊരു വസ്തുവിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ന്യായം പറയുന്നത്. പക്ഷെ അതല്ലല്ലോ സംഭവം. ആ ഒരു ചെറിയ വിഗ്രഹമല്ലല്ലോ ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചം മുഴുവൻ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്. കൽക്കട്ട എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ പോലെയാണ്. കൽക്കട്ട എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡല്ലല്ലോ കൽക്കട്ട. എത്രയോ വിപുലമായ ഒന്നാണ് കൽക്കട്ട എന്ന് പറഞ്ഞ പോലെയാണ് ഈ വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞാൽ. ആ ചെറിയ വിഗ്രഹം അല്ലെങ്കിൽ എന്താണോ ഫ്രണ്ടിൽ കാണുന്ന ആ വിഗ്രഹമല്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ ഈ നിരാകാരം എന്ന് പ്രസംഗിച്ച് നടക്കുമെങ്കിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. ആ എളുപ്പമല്ലെന്ന് മാത്രമല്ല അതികഠിനവും കൂടിയാണ്. സാധാരണക്കാരനായ ഒരാൾക്ക് ഈശ്വര വിചാരം എന്നത് ഭക്തി കൊണ്ട് അനുഭവപ്പെടേണ്ടതാണ്. അല്ലാതെ നിരാകാരമായിട്ടോ സാകാരമായിട്ടോ അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ അനുഭവപ്പെടൽ എന്ന് പറയുന്നതിന് ഒരേ ഒരു മാർഗമേ അണ്ടർലൈനാണ്, സാധാരണക്കാരനാണ്. വലിയ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഭഗവാൻ പിന്നെ പറഞ്ഞു, ജ്ഞാനിയായ ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. ഇത് സാധാരണക്കാരൻ, ഒരു ഭക്തൻ, സാധാരണ ഭക്തൻ. കാരണം പറഞ്ഞു കൊടുക്കുന്ന മാസ്റ്റർ മഹാശയനാണ്. മാസ്റ്റർ മഹാശയൻ ഗാഠമായ ജ്ഞാനത്തിൽ വന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണക്കാരനായ ഒരാൾക്ക് ഈശ്വര വിചാരം എന്നത് ഭക്തി കൊണ്ടുള്ള അനുഭവം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭക്തി ഉണ്ടായത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നും കൂടെ നീ ആലോചിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഭഗവാൻ അതിനെ കൃത്യമായി മാസ്റ്റർ മഹാശയനെ കുഴപ്പത്തിലാക്കുന്നത്. നിരാകാരം സാകാരം അതൊക്കെ അവിടെ മാറ്റിവെച്ചോ, നിനക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് രണ്ടായാലും കഷ്ടപ്പാടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഭയങ്കര കഠിനമാണ്. പിന്നെ ആകെ എളുപ്പമുള്ളൊരു സംഗതി നീ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഭക്തി. അപ്പം ഈ ഭക്തി ഒരാളിൽ ഉണ്ടാകുന്നത് എത്ര പണിപ്പെട്ടിട്ടാണെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഭക്തി ഉണ്ടാകുന്നത്? എന്തൊക്കെ തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അല്പമെങ്കിലും ഒരാൾക്ക് ഒരു വിശ്വാസമുണ്ടാകുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് ഭക്തി. അങ്ങനെ ഒരു വിശ്വാസം ഒരാൾക്കുണ്ടാകണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ അതുണ്ടാകുന്നത്? അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണുന്നത് കൊണ്ടോ, ഒരു ഈശ്വരനാമം കേൾക്കുന്നത് കൊണ്ടോ, ഒരു ഭജന കേൾക്കുന്നത് കൊണ്ടോ, ഒരു ഗ്രന്ഥം വായിക്കുന്നത് കൊണ്ടോ ഒന്നും ഭക്തി ഉണ്ടാവില്ല. ഒരാളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുന്നത് വളരെ പണിപ്പെട്ടിട്ടാണ് അയാളുടെ ഉള്ളിലേക്ക് ഒരു ഭക്തി എന്ന അംശം കടന്നു ചെല്ലുന്നത്. നമുക്ക് ചുറ്റും ഉള്ള നിരവധി വിശ്വാസത്തെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ചുറ്റുമുള്ള ഈ ഭക്തിയിൽ അധിഷ്ഠിതമായി നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെയും ഒന്ന് നമ്മൾ ഭക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഓരോന്നും നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം ഇവരൊക്കെ ഓരോ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നതിന് പിന്നിലെ കഥയെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒരാളിൽ ഭക്തി ഉണ്ടാകുന്നതിൻ്റെ ആ കഷ്ടപ്പാടിനെ കുറിച്ചാണ് ഭഗവാൻ സൂചിപ്പിച്ചത്. എങ്ങനെയൊക്കെയാണ് ഒരാൾ ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നത്?
അങ്ങനെ എത്തിച്ചേർന്ന ഒരാളെ അവിടുന്ന് മാറ്റാൻ പറ്റുമോ? പിന്നെ അയാളെ മാറ്റാൻ പറ്റില്ല. എന്നാൽ ചിലർക്ക് മാറ്റം സംഭവിച്ചേക്കാം. അത് ആ അനുഭവതലം മാറുന്നതനുസരിച്ച് ചഞ്ചലമായിരിക്കുമല്ലോ മനസ്സ്. അപ്പം ചഞ്ചലമായ ഒരവസ്ഥയിൽ മനസ്സ് ചഞ്ചലമായിരിക്കുമ്പോൾ ചിലപ്പം ഈ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടാകാം. എങ്കിലും ആ വിശ്വാസം എന്ന ഘടനയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും പണിയും എത്രമാത്രം കഠിനമായിരിക്കുമെന്നാൽ എന്നിട്ടാണ് അതൊന്ന് ഉറയ്ക്കുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കും. അതുകൊണ്ടാണ് ലോകം എത്ര പുരോഗമിച്ചാലും ഭഗവാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്രമായിട്ട് ഞാൻ പറയുന്നതാണ്, അല്ലാതെ അത് വചനാമൃതത്തെ കോട്ട് ചെയ്തിട്ടല്ല. ഭഗവാൻ പറഞ്ഞ ആ ഭക്തിയുടെ അടിസ്ഥാനത്തെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് നമുക്ക് ചുറ്റും, അതാണ് ഇതിനകത്ത് മാസ്റ്റർ മഹാശയനോട് തനിക്ക് ചുറ്റുമുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ചുറ്റുമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം, ഈ ഭക്തിയിൽ അടിസ്ഥാനമായ വിശ്വാസത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ശേഷം ഈ ലോകം എത്രയൊക്കെ പുരോഗതി പ്രാപിക്കുമ്പോൾ, ലോകം എത്ര പുരോഗമിച്ചാലും, ശാസ്ത്ര പുരോഗതി എത്ര ഉണ്ടായാലും, എത്ര വളർന്നാലും വിശ്വാസത്തിന് തകർച്ച സംഭവിക്കുന്നില്ല. നോക്കൂ, അത് നമ്മളൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ചുറ്റും വിശ്വാസത്തിന് ഒരു കാലത്തും ഒരിടത്തും തകർച്ച സംഭവിച്ചിട്ടേയില്ല. നമുക്ക് പണ്ട് ആരൊക്കെയോ ഗുരുക്കന്മാർ, മഹർഷിമാർ ഉരുവിട്ടതാണ് ഈ ഭക്തിയുടെ കഥകൾ. ഇപ്പം നൈമിഷാരണ്യത്തിൽ സനകാദികൾ ഇരുന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ, അത് ചില ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ വാമൊഴിയായി പറഞ്ഞ കുറേ കഥകൾ. ആ കഥകളിൽ ഭക്തി സൃഷ്ടിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഭക്തിപൂർവ്വം ജനം അത് സ്വീകരിക്കുകയാണ്, അതിൻ്റെ കേൾവിക്കാർ സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം വന്നപ്പോൾ ലോകത്ത് കടലാസ് കണ്ടുപിടിച്ചു, ശാസ്ത്രം പുരോഗമിക്കുകയാണ്. കടലാസ് കണ്ടുപിടിച്ചപ്പോൾ ഈ ഭക്തിയിൽ അധിഷ്ഠിതമായ കഥകളെ ഈ കടലാസിലാണ് അച്ചടിച്ചത്. അതുകൊണ്ട് ആ ഭക്തി ഇല്ലാതായില്ല, ആ കഥകൾ ഇല്ലാതായില്ല. ആ കഥകൾ എവിടേക്ക് വന്നു? അടുത്ത മീഡിയത്തിലേക്ക് ആ കഥ മാറി, അത് പുസ്തക രൂപത്തിലേക്ക് മാറി, കടലാസിലേക്ക് മാറി. അവിടെ നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ആളുകൾ ഫോട്ടോഗ്രാഫിയിലേക്ക് മാറി, അപ്പോൾ സിനിമയുണ്ടായി. അപ്പോഴെന്ത് പറ്റി? പണ്ട് ഈ നൈമിഷാരണ്യത്തിൽ പറഞ്ഞ കഥ പിന്നീട് കടലാസിൽ പകർത്തിയ കഥ സെല്ലുലോയിഡിലേക്ക് പകർത്താൻ തുടങ്ങി. അപ്പോൾ രാമനും ശ്രീകൃഷ്ണനും എല്ലാം തിരശീലയിൽ വരാൻ തുടങ്ങി. വിശ്വാസപൂർവം തന്നെയല്ലേ നമ്മൾ അതും ദർശിക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കൊപ്പം കേട്ട കഥകൾക്കൊരു രൂപഘടനയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മുടെ മുമ്പിൽ അത് അതേപോലെ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ശാസ്ത്രം വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്നലെ വരെ വായിച്ചു മാത്രം അറിഞ്ഞ വസ്തുവിനെ നേരിട്ട് കാണുന്ന അനുഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തി കൂടുതലും, വിശ്വാസം കൂടുതൽ ഉറയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ വന്ന് നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് വന്നു. വീണ്ടും ശാസ്ത്രം പുരോഗമിക്കുകയാണ്. ഇതേ രാമായണവും മഹാഭാരതവും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിത്തുടങ്ങി. നമ്മൾ വായിച്ചു മാത്രം കേട്ടിട്ടുള്ള അർജുനനും ദുര്യോധനുമെല്ലാം നമ്മുടെ മുമ്പിൽ സജീവമായിട്ട് വരികയാണ്. നമ്മളത് ആസ്വദിക്കുകയാണ്. അറിയാമല്ലോ, ലോകം ഭാരതം മുഴുവൻ സ്തംഭനാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് കണ്ടതാണ് രാമായണം പോലുള്ള, മഹാഭാരതം പോലുള്ള. അപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുന്നു എന്ന് ആലോചിക്കണം. ഇവിടെ ശാസ്ത്രം പുരോഗമിക്കും തോറും നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ കഥകൾക്കും കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഇതെല്ലാം കെട്ടുകഥകളാണെന്നൊന്നും ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല. ഇതെല്ലാം കൂടുതൽ ശക്തിവത്തായി വന്നു. പിന്നീട് ഇത് അടുത്ത ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നപ്പോഴോ, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നപ്പോഴോ, നമ്മുടെ മൊബൈലിലേക്ക് കടന്നപ്പോഴോ, ഇന്ന് നമ്മൾ നമ്മുടെ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ വരുന്ന എല്ലാ ഘടകങ്ങളും ഇതേ സഹായിക്കുന്ന പോലെ എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി. പണ്ട്
അന്വേഷിച്ച് പോയി കാണേണ്ട പ്രഭാഷണങ്ങൾക്ക് പകരം ഇന്നിപ്പോൾ നമ്മൾ പോലും ഇരുന്ന് നമ്മൾ എവിടേക്ക് ഈ ഒരേ സ്ഥലത്ത് പോലുമല്ല നമ്മളെല്ലാം ഇരിക്കുന്നത്. ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഏതൊക്കെയോ വീടുകളിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇരിക്കുന്നവരുണ്ട്, മാവേലിക്കരയിൽ ഇരിക്കുന്നവരുണ്ട്, തിരുവല്ലയിൽ ഇരിക്കുന്നവരുണ്ട്. എവിടെയൊക്കെ ഇരിക്കുന്നവരെല്ലാവരും ഈ ഡിജിറ്റൽ ശൃംഖലയ്ക്ക് അകത്ത് വന്നിരുന്ന് നമ്മൾ ഇതേ വിശ്വാസത്തിൻ്റെ കഥ തന്നെ കൂടുതൽ ഭംഗിയായിട്ട് കേൾക്കുക. അപ്പോൾ ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് ഭക്തിക്കോ വിശ്വാസത്തിനോ എന്തെങ്കിലും ഇടിവ് പറ്റിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ പ്രോജ്വലിക്കാൻ തുടങ്ങി, അത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കുമ്പോൾ ഇനി എത്രയൊക്കെ ലോകം പുരോഗമിച്ചാലും, പുരോഗമതി എന്ന് പറയുന്നത് സോക്കോൾഡ് ഇൻവെർട്ടഡ് കോമയിൽ വേണം അത് ചിന്തിക്കാൻ. ഈ ശാസ്ത്ര പുരോഗതി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റം വരും എന്നാണ് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. പക്ഷെ അങ്ങനെ മാറില്ല. കാരണം സ്ഥായിയായ സത്യങ്ങളും സ്ഥായിയായ അവസ്ഥയും ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. അത് നിലനിന്ന് തന്നെ പോകും. അതിനെ തകർക്കാനേ ഇല്ലാതാകുന്നത് ഈ നിരാകാര സാകാര സങ്കല്പത്തിൽ പറഞ്ഞ ലോകമാണ് ഇല്ലാതാകുന്നത്. അത് നമുക്ക് ചുറ്റുമുള്ള ലോകം മാറി മറിഞ്ഞു പോകും. പക്ഷെ ഈ അടിസ്ഥാനപരമായ ഈ സത്യാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈശ്വരീയമായ ഈ സങ്കല്പത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ബാക്കി എല്ലാം മാറി മറിഞ്ഞു. മനുഷ്യൻ തന്നെ മാറി മറിഞ്ഞു. മനുഷ്യകുലം തന്നെ എന്തെല്ലാം മാറ്റങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ ഈ വിശ്വാസത്തിനും ഭക്തിക്കും ഒരു ഉടവും തട്ടിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തു. കൂടുതൽ നമുക്കത് ബോധ്യപ്പെടാൻ തുടങ്ങി. ആ അനുഭവങ്ങൾ കൂടുതൽ ബോധ്യപ്പെടാൻ തുടങ്ങി. ഇവിടെയാണ് ഈ സാങ്കേതിക പുരോഗതി കൊണ്ട് ഈ നിരീശ്വരവാദത്തെ തളർത്താനേ അത് സഹായിച്ചുള്ളൂ. അല്ലാതെ നിരീശ്വരവാദത്തെ വളർത്താൻ അതൊരിക്കലും സഹായിച്ചില്ല ഈ സാങ്കേതിക വിദ്യയുടെ, ശാസ്ത്രവിദ്യയുടെ പുരോഗതി കൊണ്ട്. അപ്പം ഈശ്വരീയമായ ആ ഭക്തിയുടെ അംശത്തെ കൂടുതൽ 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 തേച്ചു മിനുക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പോലും. ആ സാങ്കേതിക വിദ്യ പോലും അത്തരം ഒരു ഉപയോഗത്തിലേക്കാണ് മാറിയത്. ഇതാണ് സാകാര സാധനയുടെ വഴി. ഈ കടന്നു വന്ന ഇതെല്ലാം സാകാര സാധനയുടെ വഴിയാണ്. സാകാര സാധനയുടെ കൂടെ മാത്രമേ നമ്മൾ ഈ കടന്നു വന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കടന്നു വരണമെങ്കിൽ ഒരു സിനിമയിൽ ഈശ്വരനെ കാണണമെങ്കിൽ അത് സാകാരമായിരിക്കണം. ഒരു ടെലിവിഷനിൽ ഈശ്വരനെ കാണണമെങ്കിൽ, ഈശ്വരീയ കഥ പറയണമെങ്കിൽ സാകാരമായിരിക്കണം. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈശ്വര സങ്കല്പത്തെ കാണണമെങ്കിലും സാകാരമായിരിക്കണം. നിരാകാരാവസ്ഥയിൽ അത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ശരിക്കും സാകാര സാധനയുടെ വഴി. ഇത് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നിരാകാരവാദം. ആ നിരാകാരവാദത്തെ സംബന്ധിച്ച് സംസാരിക്കരുത്. കാര്യം നിരാകാരവാദത്തെക്കുറിച്ച് നിങ്ങൾ ഇനിയും സംസാരിച്ചാൽ, ഇത് പറയുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ശക്തിമത്തായിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള കൽക്കട്ടയിലാണ്. ആ ഭാഗം നമ്മൾ ഈ കാലഘട്ടം നമ്മുടെ ഉള്ളിൽ ഇത് മാറിപ്പോകരുത്. അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കഥ എല്ലാം കേട്ടോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞത് നിരാകാരവാദത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിരാകാരവാദം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം സർവം സ്വപ്നമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിരാകാരവാദം എന്നുള്ളത് ഒരു സ്വപ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഡയറ്റ് ഇല്ലാതാവുന്നതും ഒരു ഡയറ്റിയുടെ രൂപഘടന ഇല്ലാതാവുന്നതിനെ അല്ല നിരാകാരവാദം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതാണ് നിരാകാരവാദം. നിങ്ങൾ നിരാകാരവാദം എന്ന് പറയുന്നത് ഒരു ഡയറ്റ് ഇല്ല, ഒരു വിഗ്രഹമില്ലായ്മയാണ്. പക്ഷെ നിരാകാരം എന്ന് പറയുന്നത് അതല്ല. അത് ഒരു സ്വപ്നാവസ്ഥയ്ക്കാണ് നിരാകാരവാദം എന്ന് പറയുന്നത്. ഒരു സ്വപ്നം അവിടെ ഉണ്ട്, ഒരു സ്വപ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സ്വപ്നമാണ് നിരാകാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വപ്നം എന്ന് ഒരു ഭക്തനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ഈ പറയുന്നത് ഒരു സ്വപ്നത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കൂ? ഇതാണ് ഭഗവാൻ ചോദിച്ചത്. ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഭക്തനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്?
അപ്പോൾ ഇവിടെ ഭഗവാൻ അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. യശോദയും ഗോപികമാരുമെല്ലാം ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ അവർ ജന്മത്തിൽ നിരാകാരവാദികളായിരുന്നു. യശോദയും ഈ ഗോപികമാരുമെല്ലാം പൂർവജന്മത്തിൽ നിരാകാരവാദികളായിട്ടുള്ളവരായിരുന്നു പൂർവജന്മത്തിൽ. അപ്പോൾ യശോദയും ഗോപികമാരെയും ശ്രീകൃഷ്ണൻ ഒരിക്കൽ ഈ നിരാകാരം ആയിട്ടുള്ള ഈശ്വരീയമായ ആ സത്യത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ആ പരമാത്മാവിനെ ബോധ്യപ്പെടുത്താനാണ്. ആ പരബ്രഹ്മത്തെ ഇവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുക. പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, രൂപഘടനയിലല്ല. ആ പരബ്രഹ്മ തത്വം ഈ യശോദയ്ക്കും ഗോപികമാർക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രീകൃഷ്ണൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ആ കാര്യം ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോഴവർ തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയാം. യശോദ പറഞ്ഞത്, എനിക്ക് ഇത് വേണ്ട, ഈ നിരാകാര പരബ്രഹ്മ സ്വരൂപത്തെ എനിക്കാവശ്യമില്ല. എനിക്കാവശ്യം ഞാൻ മുലയൂട്ടുന്ന, ഞാൻ മാമുണ്ണിക്കുന്ന എൻ്റെ ഉണ്ണിക്കണ്ണനെ മതി. ഗോപികമാർ പറഞ്ഞത്, ഞങ്ങളോടൊപ്പം ലീലയാടുന്ന, കളിയാടുന്ന ഞങ്ങളുടെ കൃഷ്ണനെ മതി. ഇത് തന്നെ അക്രൂരൻ്റെ കാര്യം ഇതിനകത്ത് ഭഗവാൻ ഈ അധ്യായത്തിൽ അക്രൂരൻ്റെ കാര്യവും പറയുന്നുണ്ട്. അക്രൂരൻ, കംസൻ പറഞ്ഞിട്ട് അക്രൂരൻ ശ്രീകൃഷ്ണനെ ഗോകുലത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ കൃഷ്ണനെ കൊല്ലുക എന്നുള്ളതാണ് കംസൻ്റെ ലക്ഷ്യം. അപ്പം അതിന് കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് രഥം ഉൾപ്പെടെ പറഞ്ഞയച്ചത് അക്രൂരനെയാണ്, മന്ത്രിയാണ്. അക്രൂരൻ ശ്രീകൃഷ്ണനെ ഈ വഴികളിലൂടെ എല്ലാം സംരക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് അക്രൂരൻ്റേതായ ഗുപ്തചാരന്മാരെ മുഴുവൻ വഴിയിലൊക്കെ നിർത്തിയിട്ടുണ്ട്. കാര്യം എവിടെയെങ്കിലും ശ്രീകൃഷ്ണൻ അപകടമുണ്ടായാൽ അത് മുൻകൂട്ടി അറിയിക്കാനുള്ള ഗുപ്തചാരന്മാരെ മുഴുവനും ഈ വഴികളിലെല്ലാം വിന്യസിച്ചിട്ടാണ് ശ്രീകൃഷ്ണനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അമ്പാടിയിൽ നിന്ന് ഗോകുലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് കംസൻ്റെ അടുത്തേക്ക്. അപ്പോൾ അപ്പോൾ കൃഷ്ണൻ ഇത് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഗുപ്തചാരന്മാരെ എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അക്രൂരൻ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രീകൃഷ്ണന് മനസ്സിലാകുന്നുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ വിശ്രമിക്കാനായിട്ട് നദീതീരത്ത് ഇറങ്ങിയപ്പോൾ അക്രൂരൻ കുളിക്കാനായിട്ട് ആ നദിയിലേക്ക് ഇറങ്ങി. ഒന്ന് കുളിച്ച് ക്ഷീണം തീർത്ത് യാത്ര തുടരാൻ. അപ്പം ശ്രീകൃഷ്ണൻ തേരിലിരിക്കുക. അക്രൂരൻ ഈ നദിയിലിറങ്ങി മുങ്ങി നോക്കിയപ്പോൾ കാണുന്നത് നദിയുടെ അടിയിൽ അനന്തൻ്റെ മുകളിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണനെയാണ്, മഹാവിഷ്ണുവിനെയാണ് കാണുന്നത്. ശ്രീകൃഷ്ണ രൂപമാണ് കാണുന്നത്. പെട്ടെന്ന് അക്രൂരൻ നദിക്ക് മുകളിലൂടെ പൊങ്ങി രഥത്തിലേക്ക് നോക്കി, കരയിലിരിക്കുന്ന രഥത്തിലേക്ക് നോക്കി. അപ്പോൾ കൃഷ്ണൻ അവിടെ പഴയ പോലെ അവിടെ ഇരിപ്പുണ്ട്. അക്രൂരൻ എന്നിട്ടും തൻ്റെ ദൗത്യത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അക്രൂരൻ അറിയാം ആ ഇരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെ സംരക്ഷിക്കാനൊന്നും ശക്തനല്ല താൻ. പക്ഷേ അക്രൂരൻ്റെ മനസ്സിൽ അത് അമ്പാടിയിലെ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ആ സംരക്ഷണം നൽകുന്നത് ആ പരമാത്മാവിനെയല്ല, മറിച്ച് ആ ശ്രീകൃഷ്ണനെയാണ്, കൃഷ്ണനെയാണ് ഞാൻ സംരക്ഷണം നൽകുന്നത്. അമ്പാടിയിലെ കണ്ണനാണ് ഞാൻ സംരക്ഷണം കൊടുക്കുന്നത്. എനിക്ക് മറ്റൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ ഭക്തിയുടെ ഒരു വിശ്വാസത്തെ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അക്രൂരൻ്റെ കാര്യം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് തുടർന്ന് വരുന്ന ഭാഗത്ത്. അപ്പം നിരാകാരവാദത്തെ മനസ്സിലാക്കണമെങ്കിൽ സാകാരമായതിനെ കൈവിട്ടേ പറ്റൂ. സാകാരമായത് എന്തോ അത് കൈവിട്ടാൽ മാത്രമേ നിരാകാരത്തെ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. കാര്യം കുറച്ചുകൂടെ നീളുന്നുണ്ട് ഈ അധ്യായം, കുറച്ചുകൂടെ നീട്ടിപ്പോകേണ്ടി വരും. അത് നമുക്ക് അടുത്ത തവണ വരും. പക്ഷേ ഇത്തവണ നമുക്ക് പറഞ്ഞ് നിർത്താൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഭഗവാൻ ഇവിടെ പറഞ്ഞത് നിരാകാരമായത്
നിരാകാരത്തെ സ്വീകരിക്കണമെങ്കിൽ സാകാരമായതിനെ മുഴുവൻ കൈവെടിഞ്ഞേ പറ്റൂ. അല്ലാതെ നിരാകാരവാദിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ സാകാരമായത് എന്തൊക്കെയാണ്? സാകാരമായത് നമ്മുടെ ചുറ്റുമുള്ള ഈ നമുക്ക് ചുറ്റും നമ്മുടേതെന്ന് നമ്മൾ കരുതുന്നതെല്ലാമാണ് സാകാരം. നമ്മൾ ഈ നമ്മുടെ കണ്ണിനും കാഴ്ചയ്ക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചുറ്റുമുള്ളതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതാണ് സാകാരം. അപ്പം നിരാകാരമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സാകാരത്തെ മുഴുവനും കളയും. അല്ലാതെ ആ ചെറിയ വിഗ്രഹത്തെ മാത്രം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ആ ചെറിയ വിഗ്രഹത്തെ മാത്രമാണ്. ആ വിഗ്രഹമല്ല നിരാകാരം. ആ വിഗ്രഹത്തെ അല്ല നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ സംവിധാനങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ വീട്, കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കൾ, നിങ്ങൾക്ക് ചുറ്റും ഇതെല്ലാം സാകാരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ നിരാകാരം അല്ലാതെ ആ വെറും ഒരു പ്രതിമയെ നിങ്ങൾ നിരാകരിച്ചത് കൊണ്ട് നിരാകാരവാദമാകില്ല. അപ്പം നിങ്ങൾ സാകാരമായത് എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിരാകാരവാദത്തെക്കുറിച്ച് പറയാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ ഭാഗത്ത് മാസ്റ്റർ മഹാശയനെ തുടർന്ന് വരുന്നത്. ഇത് ഇനി കുറച്ചുകൂടെ നീളുന്നുണ്ട് ആ ഭാഗം, നമുക്കത് അടുത്ത തവണ പറയാം. ഇനിയും ആ പാഠഭാഗങ്ങൾ നീളുന്നുണ്ട്. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.